നക്ഷത്രം ഭരണി നക്ഷത്രക്കാര് ശുക്രനാണ് ശരിക്കും പറഞ്ഞാൽ ഭരിക്കുന്നത്. ഇവർ പൊതുവെ സർഗാത്മകതയുള്ളവരും നല്ല സ്ഥിരതയുള്ളവരും നല്ല ആകർഷകത്വം ഉള്ളവരുമാണ്. ഇവർ ശരിക്കും പറഞ്ഞാൽ നല്ല ലുക്കായിരിക്കും, എല്ലാവർക്കും ഇവരെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കലാപരമായിട്ട് അത്യാവശ്യം നല്ല കഴിവുണ്ട്, നല്ല ആകർഷണീയതയുണ്ട്, നല്ല ലക്ഷ്യബോധമുണ്ട്. നിങ്ങളുടെ വീക്ക്നെസ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അമിതമായ ആഗ്രഹം വളരെ കൂടുതലാണ്, നിങ്ങൾ അലസരുമാണ്, പോരാത്തതിന് നിങ്ങൾക്ക് വാശിയും കൂടുതലാണ്. നിങ്ങളുടെ മുഖ്യ സവിശേഷത എന്ന് പറയുന്നത് എങ്ങനെ പോയാലും ആനന്ദത്തോടെ ജീവിക്കുക, നല്ല സൗന്ദര്യബോധം ഉള്ളവരാവുക, നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിനാണ് കൂടുതലും ജീവിക്കുക. ഇതാണ് എൻ്റെ ജീവിത മന്ത്രം എന്ന വിചാരവും നിങ്ങൾക്ക് എന്തായാലും ഉണ്ട്. നിങ്ങളുടെ മനോഭാവം എന്താ വെച്ചാൽ കാര്യങ്ങളൊക്കെ കുറച്ച് പതുക്കെ ചെയ്യുക, എന്നാൽ ഉറപ്പോടെ തന്നെ ചെയ്യുക എന്നൊരു മനോഭാവവും നിങ്ങൾക്കുണ്ട്. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും ശുക്രന്റെ സ്വാധീനം കാരണം ചെറിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പഴയ കടങ്ങളൊക്കെ വേണമെച്ചാൽ തിരിച്ച് കിട്ടിയിട്ടുണ്ടാവും. ഈ പൈസ കിട്ടിയപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം തന്നെ പോയിട്ട് ഷോപ്പിംഗ് ചെയ്തിട്ട് അതെല്ലാം ചെലവാക്കിയിട്ടുണ്ടാവും. ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു സേവിങ്സ് നിങ്ങൾ ഒക്ടോബർ മാസത്തിൽ എന്തായാലും തുടങ്ങണമായിരുന്നു. പിന്നെ വൈകാരികമായ അടുപ്പം, എന്നാൽ ചിലപ്പോഴൊക്കെ സംശയങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് ഉടലെടുത്തിട്ടുണ്ട്. പങ്കാളിക്ക് വേണ്ടി കൂടുതൽ സമയം നിങ്ങൾക്ക് ഒക്ടോബറിൽ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ടാവും. വലിയ മാറ്റമില്ലാത്ത ജോലിയിൽ ഒരു സ്ഥിരത നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ജോലി പോയതാണെങ്കിലും വേറൊരു ജോലി നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടും ഉണ്ടാവും. പുതിയ പ്രോജക്റ്റിലേക്ക് ശ്രദ്ധയും കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും. വലിയ നിക്ഷേപങ്ങൾ നടത്താനുള്ള അവസരം ഉണ്ടായിട്ടും അലസത കാരണമോ അല്ലെങ്കിൽ അമിതമായ ജാഗ്രത കാരണമോ പല റിസ്കുകളും നിങ്ങൾ ഒക്ടോബറിൽ ഒഴിവാക്കി. അത് ശരിക്കും പറഞ്ഞ ഒരു മണ്ടത്തരായി. കാരണം നിങ്ങൾ റിസ്ക് എടുത്താൽ നിങ്ങൾക്ക് എന്തായാലും സക്സസ് ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ചെയ്യും, എന്നെ ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ജീവിക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ടാവും. ഈ നവംബർ മാസത്തിൽ നിങ്ങൾക്ക് ജോലി പ്രകാരം നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരം ലഭിക്കും. ശമ്പള വർധനവോ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റത്തിനോ സാധ്യതയുണ്ട്. കലാപരമായിട്ടുള്ള ജോലികളിലും നിങ്ങൾക്ക് നേട്ടം കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ബിസിനസ് ആണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് നല്ലൊരു സമയം ഉണ്ടാവും. പുതിയ കരാറുകളിൽ ഒപ്പിടാനും സാധ്യതയുണ്ട്. മാർക്കറ്റിംഗ് തന്ത്രത്തിൽ എന്തായാലും നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. ആർട്ട്, ഫാഷൻ, ബ്യൂട്ടി എന്നിവയായിട്ടുള്ള ബിസിനസ് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് നവംബറിൽ നിക്ഷേപങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിൽ നിന്നോ ഒരു ധനസഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതി എന്തായാലും മെച്ചം തന്നെയാണ് ഒക്ടോബറിലെ കാട്ടിലും. അതിനെക്കാട്ടിലും എല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങും. അതാണ് നവംബറിൽ കുറച്ച് പ്രത്യേകത. നവംബറിൽ നിങ്ങളുടെ ബോസ് നിങ്ങളുടെ കഴിവുകൾ എന്തായാലും ശ്രദ്ധിക്കും. നവംബറിൽ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ പോലും ദീർഘകാലത്തേക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റിൽ ശ്രദ്ധിക്കുക. ജോലി സ്ഥലത്തെ അനാവശ്യ ഗോസിപ്പുകളിൽ നിങ്ങൾ എന്തായാലും മാറി നിൽക്കണം. അവരെന്തോ പറഞ്ഞോട്ടെ എന്ന് പറയണം. കൂടുതൽ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോസിന്റെ അടുത്ത് മാത്രം ആത്മാർത്ഥത കാണിക്കുക. നിങ്ങളുടെ ബോസ് പറഞ്ഞ പണി മാത്രം നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായാലും നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങളുടെ ആകർഷണത്വം വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ് നവംബർ. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായി അടുക്കാനും നിങ്ങൾക്ക് കഴിയും. ഇനിയിപ്പം നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ ബന്ധം ദൃഢമാവും. പങ്കാളിയോടുള്ള വാശി കുറച്ചാൽ ബന്ധത്തിൽ കൂടുതൽ മധുരം ഉണ്ടാവും. ഒരുമിച്ചുള്ള ദൂരയാത്രകൾക്കും സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞാണെങ്കിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷ വാർത്തകൾ ഉണ്ടാവുകയും ചെയ്യും. ഗൃഹത്തിൽ സന്തോഷകരമായ അന്തരീക്ഷവും ഉണ്ടാവും. സ്നേഹം പ്രകടിപ്പിക്കാൻ വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയിൽ അത് ആവശ്യമാണ് നിങ്ങൾക്ക്. പങ്കാളിക്ക് സമ്മാനങ്ങൾ നൽകുന്നത് ബന്ധം ശക്തിപ്പെടുത്തും. നിങ്ങൾ കൂടുതലും സാമൂഹിക കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. ആകർഷകത്വം എന്തായാലും വർദ്ധിക്കും. സൗന്ദര്യബോധം നിങ്ങൾക്ക് ജന്മനാ ഉണ്ട്. അതിലെന്തായാലും കൂടുതൽ സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. എന്നാൽ സൗന്ദര്യം നോക്കാതെയും ഇരിക്കരുത്. സ്വന്തം രൂപഭംഗിയിലും വീടിൻ്റെ ഭംഗിയിലും കൂടുതൽ ശ്രദ്ധ എന്തായാലും നിങ്ങൾ നൽകും. വീട് മോടി പിടിപ്പിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ ജീവിതം എനിക്കിഷ്ടമുള്ള പോലെ മനോഹരമായി ജീവിക്കാനുള്ളതാണ്. അങ്ങനെയൊക്കെ പറയണതുകൊണ്ട് ആത്മവിശ്വാസം നിങ്ങൾക്ക് എന്തായാലും വർദ്ധിക്കും. അലസത ഒരു പ്രോബ്ലമാണ്. അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അധ്വാനിക്കാൻ മടി കാണിക്കരുത്. നവംബറിൽ ഭാഗ്യം വർദ്ധിക്കുന്ന ഒരു മാസമാണ്. ശുക്രന്റെ സാന്നിധ്യം ശക്തമാണ്. വരുമാനത്തിൽ സ്ഥിരത എന്തായാലും ഉണ്ടാവും. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടാവും. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ ഒരു സമയമാണ്.
അനാവശ്യമായ ആഡംബര ചെലവുകൾ എന്തായാലും നിയന്ത്രിക്കുക. നിങ്ങൾക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. വെള്ളിയാഴ്ച ദേവീ ക്ഷേത്രത്തിലും ദർശനം നടത്തുക. ലക്ഷ്മി കടാക്ഷം എന്തായാലും വർദ്ധിക്കും. ശാരീരികമായിട്ട് ആരോഗ്യം എന്തായാലും തൃപ്തികരമായിരിക്കും. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം ആവശ്യമാണ്. കാരണം അമിതഭാരം വരാണ്ട് എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. ത്വക്ക് രോഗങ്ങൾ, അലർജി പോലുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെ എന്തായാലും ശ്രദ്ധിക്കുക. കലാപരമായിട്ടുള്ള ഹോബികളിൽ നിങ്ങൾ ഏർപ്പെടുക. അത് സംഗീതം കേൾക്കുക, വരയ്ക്കുക. ഇത് മനസ്സിന് എന്തായാലും സന്തോഷം നൽകും. വൈറ്റ്, ക്രീം, പിങ്ക് ഔട്ട്ഫിറ്റ്സ് ഒക്കെ നിങ്ങൾ ഫ്രൈഡേ എന്തായാലും നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ ശുക്രന്റെ അനുഗ്രഹം വർദ്ധിക്കും, ആകർഷകത്വം കൂടും. നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുക. സ്ത്രീ ആണെങ്കിൽ പുരുഷനെ ആരാധിക്കുക, മനസ്സിൽ ആരാധിക്കുക. പുരുഷനാണെങ്കിൽ സ്ത്രീകളെ ആരാധിക്കുക, അവര് പഴി പറയാണ്ടിരിക്കുക. നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ സൗന്ദര്യവും പ്രൊഫഷണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഉപയോഗിക്കുക. വാശിയും അലസതയും ഒഴിവാക്കിയ നവംബറിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാസങ്ങളിൽ ഒന്നായിരിക്കും.